ഒരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ മോർണിംഗ്, റിലാക്സ്ഡ് ചിൽ ഫീലിംഗ്. ഫോണെടുത്ത് ചുമ്മാ കുറേ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ അതാ കിടക്കണം ഫുഡ് വീഡിയോസ്. പിന്നെ പറയാനുണ്ടോ, വിശപ്പിൻ്റെ വിളി. നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചുപിടിപ്പിച്ചു. ഇന്നലെ വാങ്ങി വെച്ച നമ്മുടെ കുട്ടപ്പൻ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു. ചായയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുണ്ടാക്കും. പിന്നെ പെട്ടെന്ന് മമ്മിയുടെ ഒരു പഴയ റെസിപ്പി ഓർമ്മ വന്നു. ഒരു കിഡു റെസിപ്പി. മമ്മി അതിൻ്റെ ചിക്കൻ സുക്കാന്നാണ് വിളിക്കുന്നത്. പക്ഷെ ടേസ്റ്റ് വെച്ച് നോക്കി അതൊന്നും പോരാട്ടോ. നമ്മൾ ഈ ഫിംഗർ ലിക്കിങ് കൂടെ പറയില്ലേ, അതൊക്കെ തന്നെ. We are Sopri Squad and welcome to our family. ഞങ്ങൾ അതിന് തമാരി പെപ്പർ ചിക്കൻ എന്ന് പേരിട്ടു. ബൈ ദ വേ, ഈ തമാരി വേറൊന്നുമല്ല കേട്ടോ, സോയ സോസിന്റെ ഒരു വെറൈറ്റി വേർഷൻ മാത്രം. സാധാരണ സോയ സോസിന് വീറ്റ് ആഡ് ചെയ്യും പ്രോസസ് ചെയ്യുമ്പോൾ. തമാരിയിൽ വീറ്റ് ഇല്ല, അത്രേ ഉള്ളൂ. സോ ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ വേർഷൻ ഓഫ് സോയ സോസ് ആണെന്ന് പറയാം. പക്ഷെ നമ്മുടെ റെസിപ്പിക്ക് സാധാരണ സോയ സോസ് ആയാലും മതി കേട്ടോ. എന്തായാലും റെസിപ്പിയിലേക്ക് കിടക്കാം. ചിക്കനിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്യാം. ക്ലീൻ ഫിലിം വെച്ചിട്ട് അത് റാപ്പ് ചെയ്ത് ഒരു 30 മിനിറ്റ്സത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഓണിയൻസ് ഉണ്ടല്ലോ, തിൻ ഫൈൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കണേ. അതൊരു പ്രത്യേക ഒരു ഫ്ലേവർ തരും. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പാനിൽ അടച്ചു വെച്ച് വേവിക്കാം. പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. നമുക്കറിയാലോ ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൽ വെള്ളം വറ്റുന്ന വരെ നല്ലോണം കുക്ക് ചെയ്യണം. ഇതുപോലെ ഇനി ഒരു സോസ് പാൻ വെച്ച് നമുക്ക് ഓയിൽ ചൂടാക്കാം. ഇതിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത ഓണിയൻസ് ഇട്ട് കൊടുത്ത് നല്ലോണം സോട്ട് ചെയ്യാം. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. ഓണിയൻസ് എല്ലാം നല്ല ഡാർക്ക് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ. വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് ഒന്നുകൂടി നല്ലോണം ഈവൻലി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തമാരി സോസ് അല്ലെങ്കിൽ സോയ സോസ് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് കൂടി കുക്ക് ചെയ്യാം. അവസാനം സീസൺ വിത്ത് ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ. അങ്ങനെ തമാരി പെപ്പർ ചിക്കൻ റെഡി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ വൈ വെയിറ്റ്, ലെറ്റ്സ് ഗെറ്റ് കുക്കിംഗ്. ഇഷ്ടപ്പെട്ടാൽ please do like, share and subscribe to Sopri Squad. Oh, please don't forget to press the bell icon. So see you guys with another special recipe. Until then, do stay safe, happy and have loads of fun. God bless.